യാത്ര പോകുന്നു. സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു. സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്. ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ. ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു. സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പ്രിയപ്പെട്ട സിസ്റ്റർ ദീപയുടെ സംസ്കാര കർമ്മത്തിൻ്റെ പ്രാരംഭഘട്ടം ആരംഭിക്കുകയാണ്. അതിനുശേഷം പിതാവിനോടൊപ്പമുള്ള വിധിവിധി തുടർന്നായിരിക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നിന്റെ മാർഗം ശരിയാക്കുക. അവിടുത്തെ കുറിച്ചുള്ള ഭയം നിനക്കുണ്ടായിരിക്കട്ടെ. കാരണവാനും ആശ്വാസദായകമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പ്രിയ സഹോദരി, ഈ ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഭൗതികരിക്കപ്പെടുന്നു. ഈ ദിവസത്തിലൂടെ കാരണവാനായ ദൈവത്തിന്റെ എല്ലാ പാപകടങ്ങളും കഴുകി വെളിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിനിയായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന് മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു.
ഇപ്പോൾ നിത്യഭാഗത്തിലേക്കുള്ള ഈ യാത്രയിൽ ക്രിസ്തു പകർന്ന ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും ഭാവിയിൽ പ്രകാശവുമാവട്ടെ. ആഴത്തിൽ നിന്നുമിപ്പോൾ ആർദ്രനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടെൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ ലോകമായ അങ്ങയുടെ പ്രിയ ദാസിയുടെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്ത് സ്വീകരിച്ച് അങ്ങയുടെ വിശുദ്ധ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ. കാരണവാനായ ദൈവമേ, കേൾവികൾക്ക് ആശ്വാസം നൽകുന്ന അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ ബദലിയായി മാറ്റുകയും ചെയ്യുന്നുണ്ടോ. ദുഃഖാന്തരായി ലഭിക്കുന്ന കുടുംബാംഗങ്ങളെ കാരണപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഭരിക്കുകയും തിരുവുദ്ധാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം മുക്കിയെടുക്കപ്പെടുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ചെല്ലുന്നതിന് അർഹരാകത്ത വിധം ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനത്തിൽ തന്നെ അണിയിച്ച വെള്ള വസ്ത്രം ഈ ക്രിസ്തുവിനെ വസ്ത്രമായി അണിയുന്നതിന്റെ ഭാവി അടയാളമായിരുന്നു. മഹിമയേറിയ ഈ പദവി മലിനപ്പെടാതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹയാകുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ള വസ്ത്രം.
പ്രിയ സഹോദരി, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ നിന്നും പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹ രഹസ്യം ഇതിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ചിഹ്നമായ ഈ കുരിശിലൂടെ. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെയും വിടുതലിന്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃദുതലത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് ഏവർക്കും പുഷ്പങ്ങൾ ചാർത്തി പ്രിയപ്പെട്ട ശിശുക്കളോട് ആദരവ്. Thank you.
ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എന്നാത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാം. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. തിമോത്തിയോസ് 4-ാം അധ്യായം 7-ാം വാക്യം. നീതിയുടെ കിരീടം സ്വീകരിക്കുവാനായി സ്വർഗീയ ഭവനത്തിലേക്ക് ഇന്നലെ രാവിലെ 6:30 യാത്രയായ നമ്മുടെ പ്രിയങ്കരിയായ സിസ്റ്റർ ഡെബോറയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അന്തിമ കർമ്മങ്ങളിൽ പങ്കുചേരുവാനും ഈ ദേവാലയത്തിൽ നാം സന്നിഹിതരായിരിക്കുകയാണ്. തന്റെ സമർപ്പണ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച് നിറമനസ്സോടെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച സിസ്റ്ററിൻ്റെ ധന്യ ജീവിതം നമുക്ക് ഇത്തരുണത്തിൽ അനുസ്മരിക്കാം. പാലാരൂപതയിൽ പൂവരണി ഇടവകയിലെ പുല്ലാട്ട് കുടുംബാംഗമായ പരേതരായ PV ജോസഫിൻ്റെയും മേരി ജോസഫിൻ്റെയും 7 മക്കളിൽ മൂത്ത മകളായി 1928 ഡിസംബർ 8-ന് PJ റോസ ജനിച്ചു. മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതവും ദൈവിക ഭക്തിയും വിശ്വാസ തീക്ഷ്ണതയും ഒരേ കുടുംബത്തിൽ നിന്ന് 2 സമർപ്പിതരെ സഭയ്ക്ക് നൽകുന്നതിന് കാരണമായി. 1954 സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന റോസ അപ്പസ്തോലിക് കാർമൽ സന്യാസ സമൂഹത്തിലെ പരിശീലനത്തിന് ശേഷം 1956 പ്രഥമവ്രത വാഗ്ദാനവും 1961 നിത്യവ്രത വാഗ്ദാനവും സ്വീകരിച്ച സിസ്റ്റർ ഡെബോറ മാനന്തവാടി, കോഴിക്കോട്, ഒറ്റപ്പാലം, മാട്ടൂൽ, കോളയാട്, ഷൊർണൂർ, കാസർഗോഡ് എന്നീ കോൺവെന്റുകളിലും അവിടുത്തെ സ്കൂളുകളിലും തന്റെ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ചു. അധ്യാപികയായും പ്രധാന അധ്യാപികയായും ബോർഡർ മിസ്ട്രസ്സായും സേവനമനുഷ്ഠിച്ച സിസ്റ്റർ വിദ്യാർത്ഥികളോടുള്ള മാതൃത്വ സ്നേഹം വഴി അനേകം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇടം നേടി. ഓരോ കുട്ടിയെയും ശ്രദ്ധയോടെ കേൾക്കാനും അവരിലെ കഴിവുകൾ മനസ്സിലാക്കുവാനും ശാസനയേക്കാൾ ശാന്തമായ സമീപനവും നീതിയോടെയുള്ള തീരുമാനങ്ങളും കൈമുതലായുള്ള സിസ്റ്റർ ഡെബോറയെ ഇന്നും അനേകം വിദ്യാർത്ഥികൾ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു ഗുരുവാണ്.
നിശബ്ദതയെ ജീവിതത്തിന്റെ ഭാഷയാക്കിയ, പ്രാർത്ഥനയെ ശ്വാസമായും സേവനത്തെ തന്റെ ദൗത്യമായും ഏറ്റെടുത്ത ഒരു ഉത്തമ കർമ്മലീത സന്യാസിനിയായിരുന്നു സിസ്റ്റർ. വാക്കുകളേക്കാൾ പ്രവൃത്തികളിലൂടെ സാക്ഷ്യം പറഞ്ഞ സിസ്റ്ററിന്റെ ശാന്ത സ്വഭാവം മണിക്കൂറുകളോളം ദൈവസാന്നിധ്യത്തിൽ ചെലവഴിച്ച് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ ഉത്തരവാദിത്വത്തോടെയും വിനയത്തോടെയും നിർവഹിച്ച ജീവിതം. 2008 കാർമൽ ഹിൽ കോൺവെന്റിൽ തിരിച്ചു വന്ന സിസ്റ്റർ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സേവനം തുടർന്നു. ശാരീരിക ക്ഷീണമോ പ്രായത്തിന്റെ അസ്വസ്ഥതകളോ ഒന്നും കാണിക്കാതെ കോൺവെന്റിലെ ദൈനംദിന പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും സിസ്റ്റർ എപ്പോഴും സന്നിഹിതയായിരുന്നു. 2018 മുതൽ വീൽ ചെയറിലും തുടർന്ന് 2020 പൂർണ്ണമായും ശയ്യാവലംബിയുമായി. ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ഏതൊരു സഹനത്തിലും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ലഭിച്ച ഓരോ പരിചരണത്തിലും ഹോം നഴ്സുമാരോട് പോലും നന്ദി മാത്രം പറഞ്ഞ് എപ്പോഴും സൗമ്യയും പ്രസന്നവദനയുമായിരുന്നു. പ്രാർത്ഥനയും പരിഗണനയും കൊണ്ട് തന്റെ സമർപ്പിത ജീവിതം യേശുനാഥന് ഏറ്റവും പ്രിയങ്കരമാക്കിയ ഈ ധന്യ ജീവിതത്തിന് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. പലപ്പോഴായി കിടപ്പിലായ സിസ്റ്ററിനെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും ചെയ്തിരുന്ന അഭിവന്യ മെത്രാപ്പൊലീത്ത വർഗീസ് ചക്കാലക്കൽ പിതാവിനോടും സിസ്റ്ററിന്റെ ആത്മീയ പിതാവായിരുന്ന ഫാദർ മൈക്കിൾ ഓസീരിയോടും ഞങ്ങളുടെ പ്രത്യേക നന്ദിയും സ്നേഹവും. സിസ്റ്ററിനെ പലതവണ സന്ദർശിച്ച് ക്ഷേമം അന്വേഷിക്കുകയും ശ്രവിക്കുകയും ചെയ്ത് കരുത്ത് നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജസീനയെയും നന്ദിയോടെ ഓർക്കുന്നു. സിസ്റ്ററിന്റെ അന്ത്യനാളുകളിൽ സ്നേഹപൂർവ്വം പരിചരിച്ച ഞങ്ങളുടെ സുപ്പീരിയർ സിസ്റ്റർ ഷൈനയെയും സിസ്റ്റേഴ്സിനെയും ഹോം നഴ്സുമാരായ സബീന, ചാന്തുമണി, അനിത എന്നിവരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ ഡെബോറയെ സന്ദർശിച്ച് സ്നേഹസൗഹൃദം പങ്കിട്ട സഹോദരി ത്രസമ്മയെയും കുടുംബാംഗങ്ങളെയും തങ്കച്ചേച്ചിയെയും മറ്റെല്ലാ ബന്ധുമിത്രാദികളെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. സിസ്റ്ററിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയും സഹോദര വൈദികനായ ഫാദർ ജോസഫ് പിള്ളാട്ടിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന അഭിവന്യ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്തയെയും സഹകാർമ്മികരെയും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം സ്വർഗീയ ഭവനത്തിൽ വിലയം പ്രാപിച്ച സിസ്റ്റർ ഡെബോറയുടെ ആത്മാവിന് വിശുദ്ധ ഗണങ്ങളുടെ സമൂഹത്തിൽ പങ്കുചേരുവാൻ ഭാഗ്യമുണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. Amen.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ശ്രീമയുടെ പദപ്പിച്ചു നമ്മുടെ ഇടവകാരി ഫാദർ സോണി, നമ്മുടെ രൂപത ചാൻസലർ ഫാദർ ടോമി, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, സിസ്റ്റർ ഡെബോറയുടെ സഹോദരൻ ഫാദർ ജോസഫ് വില്ലാട്ട്, മറ്റു കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സിസ്റ്റർ ഡെബോറയുടെ നിത്യതയിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥിക്കുവാനും സിസ്റ്റർ ഡെബോറയെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനുമാണ് നമ്മളിവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള യാത്ര സുഗമമായിരിക്കട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. 97 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ സിസ്റ്റർ ഡെബോറ തീർച്ചയായിട്ടും അനുഗ്രഹീതയാണ്. ആ അനുഗ്രഹം സ്വർഗത്തിലും ദൈവത്തിന്റെ അടുക്കലും നിത്യതയിലും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സിസ്റ്റർ ഡെബോറയെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് മനസ്സരിച്ച് നമുക്ക് ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ വിശുദ്ധ മറിയത്തോടും മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവേശ്വരൻ നമ്മിൽ കാരുണ്യം തൂകി പാപങ്ങൾക്കെല്ലാം മാപ്പേ നിത്യമാം ജീവൻ നൽകാൻ സന്തതം നമ്മെ നയിക്കുമാറാകണം.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയെ പുത്രൻ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തുവെന്ന് വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ പുത്രനിൽ പ്രാപിച്ച അങ്ങയെ ദാസി മേലിലെ ബോധ ഏത് വഴിത്താലവിടുന്ന് വഴി ഉത്ഥാന മഹിമ പ്രാപിക്കലിടയാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേക്കുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവുമായ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്ന് വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് ദൈവദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണം എന്ന പോലെ അവിടുന്ന് അവരെ ശോധനം ചെയ്തു, ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈകോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും, രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. കർത്താവിന്റെ വചനം.
എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിങ്ങളോടുകൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. ഏറ്റവും പ്രിയപ്പെട്ട വിജയച്ച സൗദേശ ടോദേശ മറ്റു വൈദ്യരെ സുദേശീന പ്രൊവിഷൻ വൈദ്യ സുശായ്മ കാങ്കോ ഗവൺമെന്റിന്റെ സുപീരിയ സഹോദരി സഹോദരന്മാരെ, ബ്രദർ മറ്റു വിഭാഗങ്ങളെ
ഓരോരുത്തരും ശിഷ്യന്മാരുടെ വ്യാപാരം വേദനിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ കോഴിക്കോട് അനുഭവത്തിന്റെ പേരിൽ അനുശോചനം പറയുകയാണ്. അനേക വർഷങ്ങൾ നമ്മുടെ രൂപതയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശിഷ്യന്മാർ. ഏറ്റവും ഞാൻ രൂപതയെ ആദ്യമായി കാണുന്നത് മാട്ടൂരിൽ വെച്ചിട്ടാണ്. മാട്ടൂരിൽ ഞാൻ വീട്ടിലായിരുന്നു. ആ കാലഘട്ടത്തിന് മുമ്പ് ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. കാണുവാനും സംസാരിക്കാൻ കേട്ടിട്ടുണ്ട്. ഇത് ശിഷ്ടം പിരിയുമ്പോൾ നമുക്കെല്ലാവർക്കും എത്ര പറഞ്ഞാലും ബഹുമാനപ്പോഴും വേദന ഉളവാക്കുന്നതാണ്, ദുഃഖമാണ്. അത് 20 വയസ്സിൽ മരിച്ചാലും 50 വയസ്സിൽ മരിച്ചാലും 97 വയസ്സിൽ മരിച്ചാലും മരണപ്പോഴും നമ്മളെ ദുഃഖിപ്പിക്കുന്ന സംഭവമാണ്. നമ്മളിൽ നിന്ന് പിരിഞ്ഞ് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോയി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പ്രത്യാശ നൽകുന്ന കാര്യമാണ്. ദൈവത്തിൽ ഉറപ്പ് നൽകുന്ന കാര്യമാണ്. നമ്മളിത് ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം, കർത്താവിന്റെ ശബ്ദം നമ്മുടെ കാതുകളിലേക്ക് അലയടിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടു, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും ഓരോ മരണം സംഭവിക്കുമ്പോഴും നമ്മളെ അടുത്തുവന്ന് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ദൈവം പറയുകയാണ്, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. അതുകൊണ്ട് ലൂക്കായുടെ ലൈംഗികത പറയുന്നവർക്ക് ഒരു വിധവയുടെ മകൻ പോയി മരിച്ചപ്പോ ഇതുവരെയും മറ്റുള്ളവരെ കരഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് പോകുന്നത് ഈശോ കണ്ടു. ഈശോ അവനടുത്തേക്കുന്നു. കരയുന്ന വിധവയുടെ അടുക്കൽ നിന്ന് അവരോട് പറയുകയാണ്, കരയണ്ട. പിന്നെന്താണ് സംഭവിച്ചത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. മനുഷ്യരോട് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു, അവനെ തൊട്ടു. എന്നിട്ട് അവൻ ഉയർന്നേറ്റു, അവനെ അമ്മയുടെ കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നു. നമ്മുടെ കേൾക്കുന്നത് ഈ വാചകം, ഈ വാക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞാണെന്ന് മാത്രം നമ്മുടെ കയ്യിൽ ഇന്നും നമ്മുടെ അടുത്ത് വന്ന് കർത്താവ് വന്നിരിക്കുകയാണ്, കരയല്ല. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ ശിഷ്യന്റെ ഓരോ കൂടെയുണ്ട്. ഈ മരണം ഒരു അനിവാര്യമായ സംഭവമാണ്. സ്വർഗത്തിലേക്കുള്ള യാത്രയല്ലേ മരണം. ഈ ലോകജീവിതത്തിലെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ ജീവനിൽ പങ്കുവെച്ച് അനശ്വരതയിൽ നിത്യതയിൽ ലയിക്കുന്നതിന് വേണ്ടി ശിശുവിന്റെ ഓർമ്മ പോയിരിക്കുകയാണെന്ന് നമ്മൾ അറിയുകയാണ്. കരയേണ്ട. ശരിക്കും പറഞ്ഞാൽ ബൈബിളിലെ വലിയ ടീമാണ് കരയേണ്ട. മാത്രമല്ല, നിലവിളിക്കുന്നവരുടെ നിലവിളി, കരയുന്നവരുടെ നിലവിളി കേൾക്കുന്നവരാണ് ദൈവമെന്ന് ബൈബിളിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട്.
പ്രഭാവത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈജിപ്തിന്റെ അടിമത്തത്തെ വസിച്ചിരുന്ന ഇസ്രായേൽ ജനത കരകളുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കട്ടെ. അതിന് മറുപടിയായിട്ടാണ് ദൈവം മോശയെ അവരുടെ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. പിന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേലിനെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ദൈവത്തോട് അവർ കരഞ്ഞോട് പ്രാർത്ഥിച്ചു. ആ കരച്ചിലേക്ക് ദൈവം ഗിലെയാദിൽ എന്ന് പറയുന്ന ഒരു ന്യായാധിപനെ അവരുടെ അടുക്കലേക്ക് അയക്കുകയാണ്. വീട്ടിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നത് ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കയായ ശൂസർക്കയെ അവരെല്ലാവരും കൂടി കല്ലെറിഞ്ഞ് കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അവർ കണ്ണുകൾ ഉയർത്തി കൈകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിഷ്കളങ്കയായ എന്നെ കാണണമേ. അതിന് മറുപടിയായിട്ട് ദൈവം ചെയ്യുന്നത് ദാനിയേലിന്റെ പ്രവാചകനെ ഒരു ചെറുപ്പക്കാരനെ അവൻ രക്ഷിക്കാൻ വേണ്ടി അയക്കുകയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ കരയില്ലവരുടെ കരച്ചിൽ കേൾക്കുന്നവനാണ് ദൈവം. പിന്നെ ഈ ശിശുദേവോയുടെ പെരുമാറി ദുഃഖിക്കുന്ന കരയുന്ന എല്ലാവരോടും കർത്താവ് പറയുന്നു, കരയല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ. ഇവിടെ ഓരോ വളരെ മനസ്സിലോട് രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച്, ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ പരിചയത്തെക്കുറിച്ച്. രണ്ടാമതായിട്ട് മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനത്തിന്റെ അവസരമാണ് ഓരോ കാര്യങ്ങളും. മൂന്നാമതായിട്ട് സ്വർഗത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ഓർമ്മിക്കാൻ ഒരവസരം ഓരോ മരണവും നമുക്ക് നൽകുകയാണ്. ശിശുക്കളെ കുറിച്ചിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആദ്യം കാണുന്നത് കണ്ണൂരിലെ മാറ്റൂരിൽ വെച്ചാണ്. അത് ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലമാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു കാപ്പി തരും, എപ്പോഴെങ്കിലും ചെറിയ കടി തരും, അത് നിൽക്കുകയാണെങ്കിൽ ഭക്ഷണം തരും. അതിന് അതൊക്കെ ശിശുവിന്റെ പോകാം. വേറെ കുറച്ച് ശുശ്രൂഷകളുണ്ടായിരുന്നു. ശുശ്രൂഷ കാണുന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് പൊട്ടിയിരിക്കുന്ന മുഖവുമായിട്ടാണ്. ഒരു പ്രത്യേക പൊട്ടിയിരിക്കും. അത് നമുക്ക് വളരെ വലിയ പോസിറ്റീവ് വൈബുണ്ടാക്കുന്ന, പോസിറ്റീവ് എനർജി നൽകുന്ന പൊട്ടിയെ ഞാൻ ഇതിനുള്ള ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കമ്മ്യൂണിറ്റി വന്നപ്പോൾ സുഹൃത്ത് കാണുകയുണ്ടായി. അങ്ങനെ കിടക്കുകയാണ്, രോഗിയാണ്. ആ അവസരത്തിലും നമ്മളെ നോക്കി പെട്ടിരിക്കുക, നമ്മളെ നോക്കി ചിരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സുഹൃത്തിന്റെ ഭാഗം. അതായത് ഹൃദയത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ സൗന്ദര്യത്തിന്റെ പ്രകടനമാണ് ആ പൊട്ടിയെന്ന്, ആ ചിരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് പറയുന്ന ആളുകളായിരിക്കും, നത്താലിനെ കൊണ്ടുവന്ന ആളുകളായിരിക്കും. കാപ്പണിയില്ലാത്ത ഇസ്രായേൽക്കാരൻ എന്നാണ് നത്താലിയോട് പറഞ്ഞത്. ഇന്ന് സ്വർഗത്തിലേക്ക് വിവാഹം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം കർത്താവായും ഇതാ കാപ്പണിയില്ലാത്ത ഒരു വ്യക്തിയാണ്. നല്ല മനസ്സ്, നല്ല ഹൃദയം, നല്ല സ്നേഹം, എല്ലാവരോടും സംസാരിക്കുക, എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള കഴിവും ആ കഴിവുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടുള്ളത് പരിശുദ്ധിയുടെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഇന്നലെ കൊച്ചിയിലേക്ക് പോകുമ്പോഴാണ്
ശിശു എപ്പോൾ മരിച്ചതായിട്ട് വിവരം ലഭിക്കുകയും ഇവിടുന്ന് ശിശു അക്ഷരയും ശിശു ഷായിക്കുകയും വിളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. ഇത് എപ്പോഴാണ് ചോദിച്ചപ്പോൾ ഇതാണ് ഈ വേറെ 2 പരിപാടികളാണ്. ഇത് കഴിഞ്ഞിട്ട് വേറെ 2 പരിപാടിയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ വ്യക്തപ്പെടുത്താനില്ല. ഈ ഒരു പരിപാടി ഈ ഒരു സംസ്ഥാനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ആഗ്രഹമുണ്ട്. ശിശുപോലെ ആ കുട്ടിയിൽ ഒരു വാശിയിൽ വീട്ടിൽ ആ മുഖം കാണുവാൻ എന്റെ ഹൃദയം തിരികെയായി. മാത്രമല്ല ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ശിശുദേവോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആ മരണവാർത്തകളോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു ദൈവം ഇത്രമാത്രം ദീർഘായുഷ്യം നൽകി അനുഗ്രഹിച്ച ഒരു വ്യക്തിയെ. അത് വലിയൊരു ഭാഗ്യമാണ്. 69 വർഷക്കാലം ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരു സമയത്തയായി സന്യാസിനിയായി ജീവിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. അതും പല സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് ശിശുദേവോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അപ്പോൾ ഈ ഭാഗ്യമുള്ള വ്യക്തി ദൈവത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോയെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ സുഹൃത്തിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, അതുകൊണ്ട് മറ്റു ഒരുപാട് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലേക്ക് പോയ എന്റെ സഹോദരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലേക്ക് പോയ ഞങ്ങളുടെ കുടുംബാംഗം, ആ ഒരു പ്രത്യാശ നമുക്ക് എല്ലാവർക്കുണ്ട്. തീർച്ചയായിട്ടും ഈ ശിശുദേവോയെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ ശരിക്കും ദൈവത്തോട് അടുപ്പിക്കും, മനുഷ്യനോട് അടുപ്പിക്കും. കാരണം അവർ ജീവിച്ചത് അങ്ങനെയായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത് നിത്യതയെക്കുറിച്ചാണ്, സ്വർഗത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ താമസിക്കാറില്ല, നമ്മൾ പരദേശികളാണെന്ന് അറിയാനും നമ്മുടെ ഈ ജീവിതം സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ യാത്രയിൽ കണ്ടുമുട്ടുന്നവരോട് ചെയ്യുന്നതുപോലെ നല്ലൊരു ബുദ്ധിയിലേക്ക് സമ്മാനിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് സ്നേഹിച്ച് മറന്നും പൊരുത്തും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ആ സ്വർഗത്തിലേക്കുള്ള യാത്ര, നിത്യത്തിലേക്കുള്ള യാത്ര ഏറ്റവും സുന്ദരമായി തീരും എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് കൊണ്ടുവരും. ഇരിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം ഈ ഭൂമിയെ വിട്ടുപോകേണ്ടതായിട്ട് വരും എന്നുള്ള ചിന്ത നമ്മുടെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കും, മനുഷ്യരോട് കൂടുതൽ അടുപ്പിക്കും. അങ്ങനെ ഒരിക്കലും നമുക്കൊരു നഷ്ടമല്ല, അതൊരു ലാഭമാണെന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ വിശ്വാസമാണ് എന്തുകൊണ്ട് ലാഭമാകുന്നത്? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിൽ ഒരാളുണ്ട്. പോകുമ്പോൾ സ്വർഗത്തെപ്പറ്റിയുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ശിശുദേവോധം നൽകുകയാണ്. ശിശുദേവോധം പോകുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള വലിയൊരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ശിശുദേവോധം നൽകുകയാണ്. അത് നമുക്ക് ശിശുദേവോധം വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മാവിന്
നിത്യശാന്തികളെ 69 വർഷക്കാലം ഒരു സന്യാസിനിയായി ദാരിദ്ര്യം അതുപോലെ മറ്റു ഉദരങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിച്ച ശിഷ്യന്മാരെ ദൈവം അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ശിശുരോഗയ്ക്ക് വേണ്ടിയും ശിശുരോഗയുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, സ്വർഗീയ ജലസ്ഥലത്തേക്ക് തീർത്ഥാടനം ചെയ്യുന്ന തിരുസഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയെയും ഇന്നീ ദിവ്യബലിയിൽ നമുക്കായി അർപ്പിക്കുന്ന അതിരൂപതാധ്യക്ഷൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പോലീത്തയെയും സഹകാർമ്മികരെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്നും ഇടയ ദൗത്യത്തിൽ അവർക്ക് ശക്തിയും കൃപയും നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അപ്പസ്തോലിക് കാർമൽ സഭയിലെ 75 വർഷം നീണ്ടുനിന്ന തന്റെ സന്യാസ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വിശ്വസ്തയോടെ പിന്തുടർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ഡെബോറയെ അങ്ങയുടെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കണമെന്നും സ്വർഗീയ സമ്മാനം നൽകി അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, സിസ്റ്റർ ഡെബോറയെ കർത്താവിന് സമർപ്പിച്ച മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്രയായ സിസ്റ്ററിന്റെ പ്രിയപ്പെട്ടവർക്ക് നിത്യശാന്തി നൽകണമെന്നും സിസ്റ്ററിന്റെ കുടുംബാംഗങ്ങളെ ദൈവകൃപയാൽ നിറയ്ക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സിസ്റ്റർ ഡെബോറയുടെ ആത്മീയ ജീവിതത്തിൽ സഹകാരികളായിരുന്ന ആത്മീയ ഗുരുക്കന്മാർ, ഞങ്ങളുടെ ആത്മീയ നേതാവ് ഫാദർ മൈക്കിൾ, മറ്റു വൈദികർ, അപ്പസ്തോലിക് കാർമൽ സഭയിലെ സുപ്പീരിയർ ജനറൽമാർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുപ്പീരിയർ ജനറൽ സിസ്റ്റർ നിർമ്മലിനി, മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാർ, ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജസീന, ടീം അംഗങ്ങൾ, കാർമൽ ഹിൽ കോൺവെന്റിലെ സുപ്പീരിയർ സിസ്റ്റർ ഷൈമ, മുൻ സുപ്പീരിയർ സിസ്റ്റർ ആശ, മറ്റ് സുപ്പീരിയേഴ്സ്, സിസ്റ്ററിന്റെ രോഗാവസ്ഥയിൽ താങ്ങും തണലുമായിരുന്ന ഇൻഫർമേറിയന്മാർ, കമ്മ്യൂണിറ്റി സിസ്റ്റേഴ്സ്, ഹോം നഴ്സുമാർ, ഡോക്ടർമാർ, നഴ്സുമാർ, പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ എന്നിവരെയും സിസ്റ്ററിനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ദൈവാനുഗ്രഹത്താൽ അവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാവാരിധിയായ ദൈവമേ, മരണം വഴി ഞങ്ങളുടെ ഇടയിൽ നിന്നും വേർതിരിഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും അങ്ങയുടെ തിരുമുഖ ദർശനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങേ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും അങ്ങേ പരിത്രാണത്തിൽ പങ്കാളികളായി തീരാൻ ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുടേണമേ. Shall
പ്രിയ സഹോദരനെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സഹോദരിയുമായ സുസുഖയുടെ രക്ഷയ്ക്കായി അങ്ങയെ കാരുണ്യം വ്യാപിച്ചുകൊണ്ട് അങ്ങേക്ക് കാഴ്ചദ്രവ്യങ്ങൾ ഞങ്ങൾ വിനയപൂർവ്വം അർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ സ്നേഹാവതനായ രക്ഷകനാണെന്ന് സംശയിച്ചു പറഞ്ഞവർ കാരുണ്യവാനായ വിധികർത്താവായി അവിടത്തെ ദർശിക്കുവാനാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നമ്മെ പ്രകാശിപ്പിക്കാം. സർവേശ്വരാ പരിശുദ്ധനാ ദൈവമേ, സർവ
സർവശക്താജഗൽ പൂജിതനേ ക്രിസ്തുനാഥൻ വഴി എങ്ങും നേരവും ഭക്തിയോടങ്ങേ നന്ദിയല്ല ആയത് യുദ്ധവും രക്ഷയുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ നിത്യപിതാവിൻ തനയനാം രക്ഷകൻ ക്രിസ്തു മഹേശ്വരൻ യേശുനാഥൻ മൃത്യുവരീക്ഷവൻ മർത്യൻ പാപങ്ങൾ ഒക്കെ വഹിച്ചവൻ ക്രൂശിലേറി അക്ഷയദീപ്തിയോ ഉത്താനവും ചെയ്ത് മോക്ഷകവാടം തുറന്നു തന്നു മണ്ണിലെ ജീവിതം ഏകം തകരുമ്പോ വിണ്ണിലനശ്വര കാന്തിപൂരം തന്നിടുമുന്നത ഏകവിവെന്നും തന്നിടുമീശ്വര കാരുണ്യമേ ആകയാലാമോദവൈപ്പിൽ അമരുമാ സ്വർഗീയ നായകൻ മലാകമാ ദിവ്യപ്രതാപന അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. സർവവിശുദ്ധിയുടെയും മതപരമായ സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ
തിരുശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. പ്രകാരം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കപ്പെട്ടതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ വർഗീസ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്ത് നിന്നും അങ്ങേ പകലേക്ക് വിളിച്ച അങ്ങയുടെ ദാസി സിസ്റ്റർ നെബോറിയെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായിത്തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുള്ള നിങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും
അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്രിയ യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാവരും വലിയ മഹത്വവും ഏറ്റവും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്ക് പ്രത്യാശയോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവിനെല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈവാറ് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ അനുഗ്രഹീത.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ പുത്രൻ തന്റെ ശരീരത്തിന്റെ കുദാശയെ തിരുപ്പാതയുമായി ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങനെ ഇതുവഴി ഞങ്ങളുടെ സഹോദരി സുസദേബോറ ക്രിസ്തുവിന്റെ കൃത്യമായ മേശയിലേക്ക് എത്തിച്ചേരാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളിൽ ഒന്നണഞ്ഞ് നിങ്ങളിൽ നിന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ ക്രിസ്തുവിൻ സമാധാനത്തിൽ. ബഹുമാനപ്പെട്ട പിതാവേ, വൈദിക ശ്രേഷ്ഠരെ, സന്യസ്തരെ, സിസ്റ്റർ ഡെബോറയുടെ സഹോദരൻ ഫാദർ ജോസഫ് പുല്ലാട്ട്, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ തിരുമുമ്പിൽ അണയാത്ത പ്രകാശമായി ജ്വലിച്ചു നിൽക്കാൻ ഭൂമിയിലെ മൺവിളക്കുകൾ അണയേണ്ടതുണ്ട്. ഈശോയ്ക്ക് വേണ്ടി 97 വർഷങ്ങൾ പ്രകാശിച്ച സിസ്റ്റർ ഡെബോറ എന്ന മൺവിളക്ക് ഇന്നലെ പുലർച്ചെ ശാന്തമായി അണഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 4-5 വർഷത്തിലേറെയായി നടക്കാൻ സാധിക്കാതെ വീൽ ചെയറിലും ബെഡിലുമായി ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു സിസ്റ്ററുടേത്. പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ 7 മാസക്കാലം പൂർണ്ണമായും കിടപ്പിലായിരുന്നിട്ടും പരാതികളില്ലാതെ നിശബ്ദമായ പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും സിസ്റ്റർ തൻ്റെ ജീവിതം ഒരു ബലിയായി സ്നേഹനാഥന് സമർപ്പിച്ചു. ഇന്ന് ആ ബലി പൂർത്തിയാക്കി വേദനകളില്ലാത്ത നിത്യതയുടെ മണവറയിലേക്ക് സിസ്റ്റർ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വിടവാങ്ങൽ വേളയിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയട്ടെ. നമ്മുടെ അതിരുമുള്ള അധ്യക്ഷൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ അർപ്പിക്കുന്നു. സിസ്റ്റർ ഡെബോറയുടെ രോഗാവസ്ഥയിൽ പിതാവ് നൽകിയ പ്രത്യേക കരുതൽ ഞങ്ങൾ എന്നും ഓർക്കുന്നു. സിസ്റ്ററുടെ ആത്മശാന്തിക്കായി അർപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ബലിക്ക് മുഖ്യ കാർമ്മികത്വം നൽകിയ അഭിവന്യ പിതാവിനോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. സിസ്റ്ററുടെ മരണവാർത്ത അറിയിക്കുമ്പോൾ പിതാവ് യാത്രയിലായിരുന്നുവെന്നും കൂടാതെ ഇന്ന് വേറെ 2 കുർബാന കൂടി നിശ്ചയിച്ചിട്ടുള്ള തിരക്കേറിയ ദിവസമാണെന്നും ഞങ്ങൾക്കറിയാം. പിതാവിന്റെ സാന്നിധ്യവും പ്രാർത്ഥനയും ഈ ദുഃഖവേളയിൽ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. പിതാവിനോടുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ആദരവോടെ സമർപ്പിക്കട്ടെ. ഈ വിശുദ്ധ ബലിയിൽ സഹകാർമ്മികരായി പങ്കുചേർന്ന ബഹുമാനപ്പെട്ട CMI പ്രൊവിൻഷ്യൽ റവറൻഡ് ഫാദർ ബിജു ജോൺ, ബഹുമാന്യരായ മറ്റ് CMI ഫാദേഴ്സ്, ഫാദർ ടോണി, ഫാദർ റെനി, പ്രാർത്ഥനാപൂർവം ഇവിടെയായിരിക്കുന്ന മറ്റു വൈദിക ശ്രേഷ്ഠർ, ഏവർക്കും സ്നേഹപൂർവമായ കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുന്നു. സിസ്റ്റർ ഡെബോറയുടെ ആത്മീയ യാത്രയിൽ തുണയായി നിന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ക്രൈസ്റ്റ് ഹോളിലെ ബഹുമാനപ്പെട്ട വൈദികരെ ഈ സമയം നന്ദിയോടെ സ്മരിക്കുന്നു. കഴിഞ്ഞ ദിവസം സിസ്റ്റർക്ക് രോഗീലേപനം നൽകി പ്രാർത്ഥിക്കുകയും
സിസ്റ്ററുടെ ആത്മീയ ആവശ്യങ്ങളിൽ എപ്പോഴും ജാഗ്രത കാട്ടുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടവക വികാരി ഫാദർ സോണിയോടും സിസ്റ്ററിന്റെ ആത്മീയ ഗുരുവായ ഫാദർ മൈക്കിൾ ഓസിഡിയോടും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കട്ടെ. നിങ്ങളുടെ ആത്മീയ മാർഗനിർദ്ദേശങ്ങൾ സിസ്റ്ററുടെ സഹനകാലങ്ങളിൽ വലിയൊരു വെളിച്ചമായിരുന്നു. അടുത്തിടെ സിസ്റ്റർ ഡെബോറയെ സ്നേഹപൂർവ്വം സന്ദർശിച്ച ഞങ്ങളുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ നിർവലിനിയോട് ഹൃദയം നിറഞ്ഞ നന്ദി. സംസ്കാര ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിലും സിസ്റ്റർ തന്റെ പ്രാർത്ഥനാപൂർണമായ പിന്തുണ സ്നേഹത്തോടെ അറിയിക്കുകയുണ്ടായി. സിസ്റ്റർ ഡെബോറയെ ഇടയ്ക്കിടെ സന്ദർശിക്കാനും സിസ്റ്റർക്കൊപ്പം സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജസീന കാണിച്ച ആ വലിയ മനസ്സ് ഞങ്ങൾക്ക് മറക്കാനാവില്ല. പ്രത്യേകിച്ച് മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ പ്രാർത്ഥനകളുമായി ഈ നിമിഷം വരെ ഞങ്ങളോടൊപ്പം നിലകൊണ്ട സിസ്റ്ററുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു കരുത്തായിരുന്നു. ഒരു അധികാരി എന്നതിലുപരി ഞങ്ങളുടെ വേദനയിൽ പങ്കുചേർന്ന് ഒരു അമ്മയെപ്പോലെ സഹോദരിയെപ്പോലെ ഞങ്ങൾക്ക് ശക്തി പകർന്ന സിസ്റ്റർക്ക് സ്നേഹപൂർവ്വം ഈ കോൺവെന്റിന്റെ പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം പ്രൊവിൻഷ്യൽ ടീം അംഗങ്ങളോട് അവരുടെ സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. സിസ്റ്റർ ഡെബോറയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് രാത്രി മുഴുവൻ പ്രാർത്ഥനാ നിരതരായിരുന്ന പ്രൊവിൻഷ്യൽ ടീം, പ്രൊവിൻഷ്യൽ ഹൗസ്, അനുഗ്രഹ മരിയാനിലയ കോൺവെന്റുകളിലെ പ്രിയപ്പെട്ട സഹോദരിമാരോടുള്ള ഈ സമൂഹത്തിന്റെ പ്രത്യേക നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കട്ടെ. ഈ വിശുദ്ധ ബലിയിലും സംസ്കാര ശുശ്രൂഷകളിലും പങ്കുചേർന്ന എല്ലാ വൈദികരോടും വിവിധ സന്യാസ ഭവനങ്ങളിലെ സിസ്റ്റേഴ്സിനോടും പ്രത്യേകമായി അപ്പസ്തോലിക കാർമൽ സഭയിലെ വിവിധ കോൺവെന്റുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് സിസ്റ്റർ ഡെബോറയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനും നന്ദി പറയുന്നു. A sincere thank you to our dear sisters from Tamil Nadu delegation, very especially to Sister Marian for attending the funeral of our dear sister. Having you with us to share our grief and celebrate her life meant a great deal to our community. Your support and prayers are deeply appreciated. സിസ്റ്റർ ഡെബോറയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ വിയോഗത്തിൽ, സിസ്റ്ററുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന നിങ്ങൾക്ക് ദൈവം ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോയുടെ അടുത്ത് ഒരു മധ്യസ്ഥയുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പായും വിശ്വസിക്കാം. സിസ്റ്ററെ സന്ദർശിക്കാനും സ്നേഹിക്കാനും നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിന് ഹൃദയം നിറഞ്ഞ നന്ദി. സിസ്റ്ററെ ഇക്കാലം അത്രയും സ്നേഹത്തോടും കരുതലോടും കൂടി ശുശ്രൂഷിച്ച ഡോക്ടർ ബാലകൃഷ്ണൻ, രാജേന്ദ്രൻ, നേഴ്സസ്, ഇൻഫർമേറിയൻസ്, വളരെ പ്രത്യേകമായി ഹോം നേഴ്സുമാരായ ശാന്തമണി, ജാനകി, സബീന, അനില എന്നിവരോട് അവരുടെ സുദീർഘമായ സേവനത്തിനും അർപ്പണബോധത്തിനും 1000 ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നൽകിയ വിലമതിക്കാനാവാത്ത സേവനങ്ങൾക്ക് സ്നേഹാദരങ്ങളോടെ ഇത്തരുണത്തിൽ നന്ദി പറയുന്നു. സിസ്റ്റർ ഡെബോറയുടെ സ്വർഗീയ യാത്രയ്ക്കായി ആദരവോടും കരുതലോടെയും ഭൗതിക ദേഹം ഒരുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ജോസ്ഫിന് ഹൃദയം നിറഞ്ഞ നന്ദി. സ്റ്റാഫ് അംഗങ്ങൾ, PTA ഭാരവാഹികൾ, അയൽവാസികൾ, ഇടവക അംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘം, സിസ്റ്ററുടെ അന്ത്യവിശ്രമത്തിനായി സെമിത്തേരി ഒരുക്കിയ പ്രിയ സഹോദരങ്ങൾ, ഏവർക്കും ഒരുപാട് നന്ദി. വളരെ പ്രത്യേകമായി എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങളിലും എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അവർക്ക് പ്രത്യേകമായി ഈ 2 ദിവസങ്ങൾ സിസ്റ്റർ ഡെബോറയുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യാൻ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സിസ്റ്റേഴ്സിന് പ്രത്യേക നന്ദി. പ്രിയപ്പെട്ട സിസ്റ്റർ ഡെബോറ, വിടവാങ്ങൽ വേദനയായാലും ദൈവസന്നിധിയിൽ വീണ്ടും സംഗമിക്കുമെന്ന പ്രത്യാശ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. സ്നേഹത്തോടെയും കണ്ണീരോടെയും ഞങ്ങൾ സിസ്റ്ററിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സിസ്റ്ററിന്റെ ആത്മാവിന് നിത്യവിശ്രമം ലഭിക്കട്ടെ. ആദരാഞ്ജലികൾ. ഡിയർ സിസ്റ്റർ ഡെബോറ.
രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പ്രിയ സഹോദരരെ, ക്രിസ്തീയ മുറപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവജാലങ്ങളുടെ നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരിയുടെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോടെ ഉയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തള്ളട്ടെ. അവിടുന്ന് ഇവരെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇവരെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനദിയായ പിതാവുമായി രക്ഷിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരികയും ചെയ്യുമാറാവട്ടെ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സിസ്റ്റർ ഡെബോറയുടെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇവരും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്കും വിശുദ്ധമായുള്ള സംസ്കൃതത്തിൻ്റെയും അടയാളമായി ഈ ദാസിയിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസിക്ക് സ്വർഗ കവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസവചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയരുളണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തിൽ എത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരിയെ കാണാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ഇപ്പോൾ ശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം സെമിത്തേരിയിലേക്ക് ആരംഭിക്കുക. സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ. ദുഃഖമില്ലവിടെ, ദുരിതമില്ലവിടെ, ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. നിങ്ങളെ വിട്ടങ്ങ് പോകുന്നെങ്കിലും എൻ സ്നേഹം നിങ്ങളെ വിട്ടുപോകില്ല. പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും, സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ,
കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസിയെ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നത് വരെ ഇവരുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാവട്ടെ. അങ്ങയുടെ ദിവ്യ തേജസ്സിൽ പിതാവായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. നമ്മുടെ ഈ സഹോദരി സിസ്റ്റർ ലതോറയെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്നും തന്റെ പക്കലേക്ക് വിളിക്കുവാൻ മനസ്സായി മണ്ണിൽ നിന്നും എടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്നും ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റും എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തന്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിന്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരിയെ നമുക്ക് ഏൽപ്പിക്കാം. ഇവർക്ക് അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇവരുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്നരുൾ ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തെങ്കിൽ കണ്ണീർ പൊടിച്ച കർത്താവേ, ദുഃഖാർത്ഥരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ സഹോദരിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പർദീസ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ജ്ഞാനസ്നാനം ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തലം കൊണ്ട് അഭിഷേചിക്കുകയും ചെയ്ത ഈ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച് ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് കൽപ്പിച്ച് പഠിപ്പിച്ചതനുസരിച്ച് നമുക്ക് പ്രത്യാശയോടെ നമുക്ക് ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വകാ ജാഗ്രത കാണിച്ച ഈ ദാസി ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചവരെ കാരണവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തുള്ളവേ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ, കൈകളിലൽപ്പം ധനമില്ലാതെ പോകുന്നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെൻ ധനമല്ലോ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ. മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ, വിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ.
സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. സ്വർഗത്തിൽ ഒരു വീടു പണിതെന്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു ഞാൻ. ഓർക്കുന്നു ഞാൻ പ്രിയരേ, നിങ്ങൾ ചെയ്തതിനൊക്കെയും നന്ദിയേകുന്നു ഞാൻ. സ്നേഹത്തിനോർമ്മകൾ അലിവുള്ള നന്മകൾ ഓർക്കുന്നു ഞാൻ പ്രിയരേ. പകരമായേകുവാൻ ശൂന്യമാമെൻ കരം പ്രതിഫലമേകട്ടെ നാഥനെന്നും. അനുഗ്രഹമേകട്ടെ ദൈവമെന്നും. ഞാൻ എൻ്റെ നാഥൻ്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ്